ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ഇലയുടെ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മാവാണ് ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മാവിന് വേണ്ടി നമ്മൾ അരിപ്പൊടി 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് അല്പം ജീരകം, ഉപ്പ്, അതുപോലെ സ്വല്പം തേങ്ങയൊക്കെ കൂട്ടി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ അതിനേക്കുള്ള ഫില്ലിങ്സ്, അതായത് തേങ്ങ, ശർക്കര, ജീരകം, പിന്നെ അല്പം ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതും കൂടി കൂട്ടി നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഇലയും അല്പം നെയ്യും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഓരോ അട എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ കീറി വെച്ച ഇലയിലേക്ക് അല്പം നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പിടി മാവെടുത്ത് നമുക്കിതിലേക്ക് നന്നായി പരത്തിയെടുക്കണം. ഓക്കെ, മാവ് കുഴക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി ചൂട് വെള്ളത്തിൽ വേണം അത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നല്ല സോഫ്റ്റുള്ള അട കിട്ടും കേട്ടോ, നല്ല അടിപൊളിയാവും സാധനം. ഇതേപോലെ നന്നായി പരത്തിയെടുക്കുക. ഓക്കെ, പരത്തൽ അല്പം ടാസ്ക് ആയിരുന്നു, കാരണം എനിക്കത്ര പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു. ഞാൻ അട ഇങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, വൈഫാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും കനം ഈക്വലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കട്ടിയൊന്നും തോന്നത്തില്ല. അപ്പോൾ ഇതേപോലെ ഈ ഫില്ലിങ്സ് നമ്മൾ ഒരു ഹാഫ് പോർഷനിലേക്ക് നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്ക് നേരെ ഇതങ്ങോട്ട് ഹാഫ് മൂൺ സൈസിലേക്ക് അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇത് കണ്ടോ, കഴിഞ്ഞു. അതിൻ്റെ എഡ്ജൊക്കെ ഒന്നും കൂടി നന്നായി ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായി നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇനി നേരെ ചൂട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ അരിപ്പ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ അടയെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടി. ഒരു 20 മിനിറ്റ് ശേഷം തുറന്നപ്പോൾ വാവ്, എന്താ ആവി! അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ആ വാഴയിലിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 അട നമുക്കെടുത്ത് ഇതെങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നല്ല ചൂടോടെ. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ തുറക്കുമ്പം ഒരു രക്ഷയില്ല. ആ മണം എന്ന് പറഞ്ഞാൽ നെയ്യിൻ്റെ ആ ഒരു മണവും ആ ഒരു വെല്ലത്തിൻ്റെയും തേങ്ങൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം. ഓ, എന്താ ഫില്ലിങ്സ് നന്നായി ഉള്ളതുകൊണ്ട് തന്നെ വാട്ട നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബബ.